ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഇന്ന് കർക്കിടക ഭാവമായതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകുന്നതാണ്. ഇത് ഒരു സ്പെഷ്യൽ അമ്പലമാണ്. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ. തൃക്കനാട് ശിവക്ഷേത്രം. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന തൃക്കനാട് ക്ഷേത്രം ബേക്കലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെ അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം മരിച്ചവരുടെ ആത്മാക്കളുടെ ക്ഷേമത്തിനായി നടത്തുന്ന വിവിധ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും പേര് കേട്ടതാണ്. അമാവാസി, അതായത് വാവ്, കർക്കിടക വാവും അമാവാസി ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ പിതൃതർപ്പണം ചെയ്യാനായിട്ട്, അതായത് സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഉപയോഗിച്ച് പൂർവികർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തുന്നു. അവർ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയും കടലിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്നു. ക്ഷേത്രത്തിലെ വിഗ്രഹം മഹാനായ ഋഷി കണ്വ പ്രതിഷ്ഠിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രതിഷ്ഠയുടെ കൃത്യമായ കാലഘട്ടം അറിയില്ല. പക്ഷേ 11ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണ് പൊതുവായ അനുമാനം. മാർച്ച്, ഏപ്രിൽ മാസങ്ങളാണ് ഉത്സവങ്ങളുടെ മാസങ്ങൾ. വാർഷിക ക്ഷേത്രോത്സവം 1 ആഴ്ച നീണ്ടു നിൽക്കും. കൊടിയേറ്റം ഉത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. 700 വർഷത്തിലേറെ പഴക്കമുള്ള വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യം, തിടമ്പു നൃത്തം എന്നിവയുടെ പ്രകടനങ്ങൾ ആഘോഷങ്ങളിൽ ഉൾപ്പെടുന്നു. അഷ്ടമി വിളക്കും പള്ളിവേട്ടയും ഉത്സവവുമായി ബന്ധപ്പെട്ട 2 ആചാരങ്ങളാണ്. പള്ളിവേട്ട അല്ലെങ്കിൽ ഭഗവാന്റെ വേട്ടയാടൽ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ ബാധിക്കുന്ന കാമം, അതായത് ആഗ്രഹം, ക്രോധം, അതായത് കോപം തുടങ്ങിയ ദുഷ്ടശക്തികളുടെ നാശത്തിൻ്റെ പ്രതീകമാണ് ഈ വേട്ട. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തർ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു. ഈ അമ്പലത്തിൽ വേറെ ഒരു പ്രത്യേകത ഉണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും നേരെ പടിഞ്ഞാറ് ദിശയിൽ കരയിൽ നിന്ന് 2 കിലോമീറ്റർ അകലം കടലിൽ ഉയർന്നു നിൽക്കുന്ന വലിയൊരു പാറ കാണാം. ഇത് പാണ്ഡ്യൻ കല്ല് എന്ന് അറിയപ്പെടുന്നു. തൃക്കനാട് ക്ഷേത്രം ആക്രമിച്ച ഒരു പാണ്ഡ്യ രാജാവിനെ ശിവൻ കപ്പലടക്കം ഒരു പാറയാക്കി മാറ്റിയതാണ് പാണ്ഡ്യൻ കല്ല് എന്നാണ് വിശ്വാസം. ഈ അമ്പലം കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് പോകുന്ന തീരദേശ ഹൈവേയിൽ അറബിക്കടലിൻ്റെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്തിട്ടുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇടതുവശത്തേക്ക് ഈ അമ്പലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാഞ്ഞങ്ങാടിൽ നിന്ന് കാസർഗോഡിലേക്ക് പോകുമ്പോൾ നമ്മൾ വലത്തെ സൈഡും, കാസർഗോഡ് നിന്ന് നമ്മൾ കാഞ്ഞങ്ങാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇടത്തെ സൈഡുമാണ് ഈ അമ്പലം ഉള്ളത്. ഇതുവരെ ഇവിടെ പോകാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക. തമിഴ്നാട്ടിലെ കർക്കിടക വാവ് വ്രതം എടുക്കുന്നത് ആരെന്ന് പറഞ്ഞാൽ, ഇപ്പം ആണുങ്ങളെങ്കിൽ അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ആ വ്രതം എടുക്കും. പെണ്ണുങ്ങൾ ഭർത്താവ് ഇല്ലാത്ത ആൾക്കാരാണ് പെണ്ണുങ്ങൾ വ്രതം എടുക്കുക. അല്ലാത്ത പെണ്ണുങ്ങളെ എടുക്കാൻ പാടില്ലെന്ന് പറയും. നമ്മൾ ഇങ്ങനെ വ്രതം എടുക്കുമ്പോൾ വീടെല്ലാം ശുദ്ധീകരിച്ച് വ്രതം രാവിലെ ഒന്നും കഴിക്കാതെ, ഭക്ഷണമൊന്നും കഴിക്കാതെ ഉച്ചക്ക് നമ്മൾ ഭക്ഷണമെല്ലാം ചെയ്തിട്ട് കാക്കക്ക് അതെല്ലാം വിളമ്പിയ ശേഷം മാത്രം നമ്മൾ കഴിക്കാറുള്ളത്. പിന്നെ ഓരോരോ സൈഡ് ഓരോരോ പോലെ ആയിരിക്കും. നമ്മൾ സവോളയും വെളുത്തുള്ളിയും ഇഞ്ചി അതൊക്കെ ഗരം മസാല ഒന്നും പാചകത്തിൽ ചേർക്കാറില്ല. കോലം ഇടില്ല എന്ന്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ സാധാരണ കോലം ഇടുന്നത് പതിവാണ്. അന്ന് അമാവാസ ദിവസങ്ങളിൽ വാസലിൽ നമ്മൾ മുറ്റത്ത് കോലം ഇടാറില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ ശേഷം പ്രസാദം വാങ്ങിച്ച് വീട്ടിലേക്ക് മടങ്ങി. ഈ അമ്പലത്തിൽ ബാക്കിയുള്ള ദിവസം അത്ര തിരക്കൊന്നും ഉണ്ടാകുന്നില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. നല്ല ഒരു അമ്പലം കൂടിയാണ്. അതായത് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ നേരെ കാണുന്നത് കടലായിരിക്കും.
റോഡ് ഹൈവേയും, അതായത് കടലിൻ്റെതും അമ്പലത്തിൻ്റെതും നടുക്ക് ഹൈവേ ഉണ്ട്. ഹൈവേ കഴിഞ്ഞിട്ടാണ് കടലിലേക്ക് പോകണം. പക്ഷെ നേരെ കാണുന്നത് നമുക്ക് കടലായിരിക്കും. പിന്നെ നമ്മൾ നെയ്വിലക്കും നെയ്വിലൊക്കെ കയറ്റിയ ശേഷം അതും വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മടങ്ങിയത്. അത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിനായിട്ട് പ്രത്യേകത ഈ ദിവസം ചെയ്യുന്നതല്ല. നെയ്വിലൊക്കെ കയറ്റിയെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ അതും നമ്മൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മടങ്ങി. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി മറക്കാതെ പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ഒരു അമ്പലമാണ്, ഇങ്ങനെ കടൽ തീരത്ത് ഒരു അമ്പലം. നല്ല രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ നമ്മൾ 25 വർഷം ഈ കാസർഗോഡ് ഉണ്ടെങ്കിലും ഈ ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടില്ല. എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും വരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്ര സമയം ഞാൻ സംസാരിച്ചതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ എല്ലാം ഇങ്ങനെ ഓരോന്ന് പഠിച്ച് വരികയാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുക. അതേപോലെ നിങ്ങളൊക്കെ എങ്ങനെ ഇവിടെ പ്രാർത്ഥിക്കുന്നതെന്നോ നിങ്ങൾ കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.